എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെമ്മീൻ ഫ്രൈ റോസ്റ്റാണ്. അപ്പോൾ ഇതിന് കിട്ടിയിട്ടുള്ളത് വലിയ ചെമ്മീനാണ്. അപ്പോൾ ഇതിനകത്തൊരു നാര് പോലെ ഒരു സാധനമുണ്ട്, അതൊന്ന് വലിച്ചെടുക്കുക. ചെമ്മീൻ റോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇടത്തരം 2 സവോള എടുത്തിട്ടുണ്ട്, 2 തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, പിന്നെ ഒരു 6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ചെമ്മീൻ നന്നായിട്ട് ഉപ്പിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, ആവശ്യത്തിന് ഉപ്പ്, കറിവേപ്പില, 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് ചതച്ചത്, കുറച്ച് കസൂരി മേത്തി. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് പുരട്ടിയെടുക്കാം. 1 ടീസ്പൂൺ നാരങ്ങ നീരൂടെ ഒഴിച്ചു കൊടുക്കുക. ഇനി ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി ചെമ്മീൻ ഇട്ട് കൊടുക്കുക. മൂടി വെച്ച് വേവിക്കാം. മീൻ ഒരു ഭാഗം വെന്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതിങ്ങനെ മൂടി വെച്ച് വേവിക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വെന്ത് കിട്ടാൻ എളുപ്പമാണ്. അപ്പോൾ ചെമ്മീൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ ഒന്ന് മൂടി വയ്ക്കാം. ചെമ്മീൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് തന്നെ നമുക്ക് അല്പം വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ചെറുതായി അരിഞ്ഞ് ഇഞ്ചി ഇട്ട് കൊടുക്കാം. സവോള ഇട്ട് കൊടുക്കാം. ഇനി തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി സ്കിൻ കളഞ്ഞാണ് ഇട്ടിരിക്കുന്നത്. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. സവോള ഒത്തിരി വഴങ്ങുകൊണ്ട് പകുതി വെന്താൽ മതി. അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചെമ്മീൻ വറുത്തപ്പോഴും ഉപ്പ് ചേർത്ത് മസാലയൊക്കെ നന്നായിട്ട് അതിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് അനുസരിച്ച് വേണം ബാക്കിയുള്ള മസാലകൾ ചേർക്കാൻ. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചേക്കുന്ന ചെമ്മീൻ ഫ്രൈ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് മൂടി വയ്ക്കാം ഒരു 2-3 മിനിറ്റ്. പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.